അതല്ല, ഇന്ന് കോടതി മുമ്പാകെ അവരുടെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഡബ്രി മാറ്റാനുള്ള ചിലവ് ആക്ച്വൽസ് എന്താണ് ഉണ്ടായത് അത് തരും. 2, കേന്ദ്രം വിട്ടു തന്നിട്ടുള്ള എയർഫോഴ്സിന്, വൈമാനിക സംവിധാനങ്ങൾക്ക് അവർ തരുന്ന ബില്ല് ആക്ച്വൽസ് കൊടുത്താൽ അവർ തന്നെ അത് തിരിച്ചു തരും. 2 കാര്യം. നമ്മൾ ആവശ്യപ്പെട്ട 3 കാര്യങ്ങളിൽ 3 കാര്യത്തിന് മറുപടിയില്ല. ഒന്നാമത്തെ കാര്യം, സെക്ഷൻ 13 അനുസരിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അവിടെ കടങ്ങൾ എഴുതി തള്ളാൻ നടപടിയുണ്ടോ? ഒന്നും മുണ്ടിയിട്ടില്ല ഇന്നത്തെ സംവിധാനത്തിലും. 2, ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ മറുപടിയില്ല. 3, നമുക്കുണ്ടായിട്ടുള്ള നഷ്ടം അധിക സഹായമായി നമുക്ക് ലഭ്യമാക്കണം. ഇക്കാര്യത്തിലും ഒരു നടപടിയില്ല. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ 153.467 കോടി രൂപ NDRF പെടുത്തി നിലവിലുള്ള STRFൻ്റെ ബാലൻസിൻ്റെ 50% ഉപയോഗിച്ച് തരും എന്നാണ്. വളരെ വിചിത്രമായൊരു കാര്യം. ഇത് കണക്കിലുണ്ടാകും, രേഖയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പൈസയായിട്ട് ഇങ്ങോട്ട് വരില്ല. എന്ന് മാത്രമല്ല, ഈ ചെലവ് STRFൻ്റെ നോംസ് അനുസരിച്ച് മാത്രമേ ചെലവഴിക്കാനും പറ്റുള്ളൂ. വളരെ വിചിത്രമായിട്ട് അവർ പറയുന്നൊരു കാര്യം, സാധാരണ നിലയിൽ നമ്മളൊരു മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ നിലവിലുള്ള നീക്കിയിരിപ്പ് കൊടുക്കും. അത് കഴിഞ്ഞ വർഷം ഉള്ള പൈസയും ഈ സാമ്പത്തിക വർഷം അധികമായി സാധാരണ നിലയിൽ അനുവദിക്കുന്ന പൈസയാണ്, അധികമായി അനുവദിച്ച പൈസയല്ല. സാധാരണ നിലയിൽ 15ാം ധനകാര്യ കമ്മീഷൻ അനുസരിച്ച് തരേണ്ട ആദ്യ ഗഡു. ഇത് രണ്ടും കൂട്ടിവെക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പാണെങ്കിൽ 2 വർഷക്കാലം കൊടുത്ത ഫ്ലഡിൻ്റെ ബില്ല് വരിക 2 വർഷക്കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ 2 വർഷക്കാലത്തിനിടയിൽ കൊടുത്തിട്ടുള്ള റോഡുകളുടെ ബില്ല് സമർപ്പിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ടതായി ബാക്കി വെച്ചിട്ടുള്ള പണം NDRFൻ്റെ പണമാണെന്ന് കണ്ട് അതിൻ്റെ 50% ഉൾപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ 183.467 കോടി രൂപ തരും എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, സഹായം രേഖയിൽ മാത്രമാക്കി അവസാനിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയുടെ ഭാഗമാണിത്. 1202 കോടി രൂപയുടെ ആക്ച്വൽ സഹായം പറയുമ്പോൾ STRF ആയിട്ട് അത് കൂട്ടിയാൽ 219 കോടിയേ വരുള്ളൂ. അതിലേക്കാണിപ്പോൾ കേന്ദ്രം പോകുന്നത്. അതായത് ഇവർ നൽകിയ പണമെടുത്ത് എന്തിനൊക്കെ കൊടുക്കാം? ഒരാൾ മരിച്ചാൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നതിലേക്ക് കൊടുക്കാം. 1 രൂപ പോലും കൂടുതൽ കൊടുക്കാൻ പറ്റില്ല ഈ കണക്കനുസരിച്ച്. ഒരു വീട് തകർന്നാൽ 1,30,000 കൊടുക്കുക. അതായത് ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തും തകർന്ന വീടുകളുടെ പണത്തിന് 153 കോടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രത്തിൻ്റെ വാദമെങ്കിൽ, ആ 153-ൽ ഒരാൾക്ക് കൊടുക്കാവുന്നത് 1,30,000 മാത്രമേ ഉള്ളൂ. ഒരു റോഡ് തകർന്നാൽ 1 കിലോമീറ്റർ പണിയാൻ 75,000 എന്ന കണക്ക് വെച്ച് മാത്രമേ ഈ പണത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു കണക്കിലെ വർത്തമാനമാണ്. ഇത് സാധാരണ നിലയിൽ നമുക്ക് നമ്മുടെ കയ്യിലിരിപ്പുള്ള പണം നേരത്തെ കൊടുത്ത STRF പ്രവർത്തികൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിരിക്കും. ഈ സംവിധാനത്തിലൂടെ ഒരു പുതിയ കാര്യവും കോടതിയിൽ പറയാനില്ല. കഴിഞ്ഞ തവണ മാറ്റിവെച്ച പണത്തിൽ നിന്ന് 50% തുക മാറ്റി ആ തുക NDRFൻ്റെ സഹായമായി കണ്ട് അതിൽ നിന്ന് 153 കോടി രൂപ നിങ്ങൾ കണക്കിലെഴുതിക്കോ. എന്നാൽ ഞങ്ങളുടെ ഭാഗമായി വന്ന വിമാനത്തിൻ്റെ കൂലി ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ തന്നെ തരും, നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ തന്നാൽ മതി. അവിടെയുള്ള ഡബ്രി മാറ്റാനുള്ള ചിലവ് ആക്ച്വൽസാണ് തരേണ്ടത്. അതിൻ്റെ ബില്ല് തന്നാൽ അതും കേരളം അഡ്വാൻസായി പണം കൊടുക്കണം. എന്നിട്ട് IAFനും ഡബ്രി മാറ്റാനും കേരളം അഡ്വാൻസായി പണം കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കിട്ടും. ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം 16/11/2024 ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ റിലീസ് ഓർഡർ വന്നാൽ നമുക്ക് വിശദാംശങ്ങൾ അറിയാം. അത് കഴിഞ്ഞ് വീണ്ടും സഹായിക്കാം. അത് എന്നുവെച്ചാൽ ഈ കുറേ ആശയക്കുഴപ്പം. ഇപ്പം തന്നെ വഖഫ് ട്രിബ്യൂണലിനാണ് അധികാരം, ഹൈക്കോടതി പോവാം. മറ്റത് സിവിൽ കോടതിന് പോകുന്നുള്ളൂ. സിവിൽ കേസൊക്കെ എത്ര തലമുറകൾ പോകുന്നുണ്ട്, ഇതിനേക്കാളും സങ്കീർണ്ണമല്ല. അത് അതിലേക്ക് പോയ ചിലർ പറഞ്ഞ് ഈ നിയമം വന്ന ഉടൻ തന്നെ പരിഹാരം എന്ന് വെച്ചാൽ സിവിൽ കോർട്ടായിരിക്കും. ചിലർ സിവിൽ കോടതി പോയിട്ട് എത്ര കാലം കൊണ്ട് ടൈറ്റിലിൻ്റെ ഇത് തീരുന്നത്? ഒരു കോടതി, അടുത്ത കോടതി, പിന്നത്തെ കോടതി, ഇങ്ങനെയല്ലേ പോകുന്നത്. അതെല്ലാം ഒരു പ്രചാര വേലയാണ്. നമ്മളിപ്പോൾ കാണേണ്ടത്, നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതല്ലാതെ മറ്റൊരു പരിഹാരം നമ്മുടെ മുൻപിലില്ല. ഒരു കൃത്യമായൊരു നിയമപരിരക്ഷയുള്ള പരിഹാരം വേണം. ഇപ്പോൾ യോഗം കൊണ്ട് സർക്കാർ തീരുമാനിച്ചത് ഇവർക്ക് എല്ലാ അവകാശം കൊടുത്തു എന്ന് പറഞ്ഞാൽ ലീഗലി നിൽക്കില്ല. ഏതൊരാൾ പോയാലും അപ്പോൾ അതോടുകൂടി അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചു, സമരം അവസാനിപ്പിച്ചു, വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്ക് അടുത്ത നോട്ടീസ് വരും കോടതി പോയാൽ. അപ്പോൾ ഇപ്പം ഇതാണ് അവരുടെ സുരക്ഷ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു പ്രഖ്യാപനം നടത്തിയാലും തൽക്കാലത്തേക്ക് കിട്ടുള്ളൂ. ഇത് അവിടെ ജെനുവിൻ റെസിഡൻസിൻ്റെ ആ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ, അതാണ് സർക്കാർ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. ഇതാണ് അതിന് ഏറ്റവും, മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല.
അത് നിങ്ങളും മാധ്യമങ്ങളും സമൂഹത്തിന് മുൻപിൽ ഈ ശരിയായ വശം കൊണ്ടുവരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.